ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ പാനസോണിക്കിൻ്റെ AC-ൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസം സംതിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ 2 പാനസോണിക് AC ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണം നോർമൽ പാനസോണിക്കിൻ്റെ AC-യും ഒരെണ്ണം ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ AC ആണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഉപയോഗിക്കുന്നത് ഹോട്ട് ആൻഡ് കൂളിൻ്റെ 1.5 ടണ്ണിൻ്റെ AC ആണ്. ഇതിന് ഓൾമോസ്റ്റ് 44 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസിങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി എക്സ്ചേഞ്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോൺ ത്രൂ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പഴയ ഡിവൈസിന് ജസ്റ്റ് നമ്മൾ ഊരി വെച്ച് കൊടുത്താൽ മതി. ഒരു ചെക്കിങ് കാരണം ചെയ്യില്ല. വർക്ക് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. എന്നിട്ട് പോലും എനിക്ക് 500 റേഞ്ചിൽ നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലാസ്റ്റ് ഫൈനൽ റേറ്റിംഗ് ആഫ്റ്റർ ഡിസ്കൗണ്ടും കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 38-40 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ AC ആണ്. നമ്മുടെ 7-in-1 കൺവേർട്ടബിൾ മോഡലാണ്. നമ്മുടെ ആൻറ്റിവൈറസ് ഫിൽട്രേഷനും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നോർമൽ നമുക്കറിയാം സ്മാർട്ട് AC ആണ്. അപ്പോൾ അതിൻ്റെ റിമോട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നമുക്കിപ്പോൾ ഞാൻ ആമസോണിൽ നോർമലി ലിങ്ക് ഷെയർ ചെയ്യാറുള്ളത് നമ്മുടെ 1.5 ടണ്ണിൻ്റെ 36 രൂപയ്ക്ക് നോർമൽ വേർഷൻ കിട്ടും. അതെൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ റൂമിൽ അതാണ് ഉപയോഗിക്കുന്നത്, നോർമൽ സാധനം. അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്കത് ഹോട്ട് ആൻഡ് കൂൾ മോഡലല്ലാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർവേഡ് സ്വിംഗ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് എങ്ങനെയാണ്? മറ്റേതിന് നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേതിന് നമുക്ക് ഇതിൻ്റെ റിമോട്ടൊക്കെ ചെറുതായിരിക്കും. നോർമൽ മോഡൽ നമ്മളിപ്പോൾ 33 രൂപയ്ക്കും 36 രൂപയ്ക്കൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ഉള്ള മോഡലിന് റിമോട്ട് ചെറിയ റിമോട്ടായിരിക്കും. അത് ഞാൻ മുമ്പ് നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണത്തിട്ട് കണ്ടോ. ഇത് ഹോട്ട് ആൻഡ് കൂൾ മോഡലിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര വലുതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മോഡൽ തന്നെ കണ്ടിരിക്കും ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ്. ഞാൻ ഓൾമോസ്റ്റ് 26-ലൊക്കെയാണ് നോർമലി ഇടാറ്, 26-25 ഡിഗ്രിയിലാണ് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 24 ഡിഗ്രിയുടെ ഉള്ളിലിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഫോർ നമുക്ക് എന്താ പറയുക എനർജി കൺസപ്ഷനൊക്കെ നല്ലതായിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം നല്ല ചൂടുകാലമാണ്. ഇപ്പോൾ നമ്മൾ കാലത്തൊട്ടേ ഉപയോഗിക്കാറുണ്ട്, ഉച്ചയ്ക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്, രാത്രി പിന്നെ ഫുൾ ടൈം ഉണ്ട്. അതല്ലാത്ത സമയത്ത് തന്നെ ഞാൻ നോർമലി ഇപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉച്ചയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ വേറൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്തും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി എനിക്ക് ഉപയോഗമുള്ള സംഭവമാണ് ഈ AC. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പത്തെ ഫോർബ്സിൻ്റെ AC ആയിരുന്നു. അത് എലി കടിച്ചിട്ട് ആ കലമ്പായി 5 കൊല്ലം കറക്റ്റായിരുന്നുള്ളൂ. പക്ഷേ അത് ഇപ്പോൾ എലി കടിച്ചിട്ട് ആകെ ഫുൾ ബോർഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെയും ആലമ്പാക്കി. ഇപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വെച്ചപ്പോൾ ഇത് താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്താ പറയുക ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ എലി കയറാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ യൂണിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇതാണ് എൻ്റെ യൂണിറ്റ് വരുന്നത്. ഇത് ആക്ച്വലി ആ പടം നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ആ പടത്തിൽ എന്താ പറയുക, അത് ഈ കാണുന്ന പടമൊക്കെ ഞാൻ എക്സ്ട്രാ ഒട്ടിച്ചാണ്. നോർമൽ സാധാരണ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഇതാണ് കണ്ടോ, ഇതാണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇതുമ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടായിരിക്കും. പിന്നെ അത് ഞാനിപ്പോൾ ഇത് സ്വിംഗ് മോഡിനെയാണ്, പക്ഷേ ഞാനതൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫൈൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിമോട്ടിലെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിൽ ആപ്പിൽ വേണമെങ്കിൽ അതിൻ്റെ യൂസേജും അതിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. മിറായി എന്ന് പറഞ്ഞൊരു ആപ്പാണ് കണ്ടോ. ഞാൻ ഇതിൽ വേണം കാണിച്ചു തരാം. അതാണ് ആപ്പ് വരുന്നത് കണ്ടോ. അപ്പോൾ മിറായി ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC-യിൽ കാണാം. ഇതാണ് മിറായി ബൈ പാനസോണിക്കിൻ്റെ ആപ്പ് കണ്ടോ. ഞാൻ ഓൾറെഡി ഓണാക്കിയത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പോൾ 26 ഞാനിവിടെ ഇത് കൂട്ടിക്കഴിഞ്ഞ് 27 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതാ 27 കണ്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ സുഖമായിട്ട് മാറ്റാം. ഇത് ഞാൻ 26 ഇടാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേറെ മോഡുകളും കാര്യങ്ങളൊക്കെ കാണാം. AC ഡിസ്പ്ലേ ഓഫ് ആക്കുകയാണെങ്കിൽ ഫാൻ ഓട്ടോ മോഡാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ നോർമലി ഓട്ടോ മോഡിലാണ് കൊടുക്കാറ്. ഇപ്പോൾ ഫാൻ സ്പീഡ് ഭയങ്കര സൗണ്ട് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓട്ടോ മോഡിലാണല്ലോ. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ക്വയറ്റ് ആയിക്കണ്ടോ. ഇതിപ്പോൾ ഒന്നുകൂടി സ്ലോ, തീരെ സൗണ്ട് ആവില്ല. സ്ലോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനിയുണ്ട് പവർഫുൾ മോഡ്. ഇത് ലോ ആണ്, മീഡിയം, അത് ഹൈ ഇടുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഇനി ഒരു പവർഫുൾ മോഡ് ഉണ്ട്, നമ്മുടെ ടർബോ മോഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിട്ടാലും ചെറുതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാണ് പവർഫുൾ മോഡ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് പെട്ടെന്ന് നടക്കും സാധനം. ഇപ്പോൾ ഈ സൗണ്ട് കാണും കേട്ടോ. ഇതാണ് നമുക്ക് നോർമലി ഇപ്പോൾ ആൾക്കാർ പാനസോണിക്കിന് സൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ അത് ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ സൗണ്ട് ഒന്നുമില്ല. പിന്നെ അത്രയും സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്വയറ്റ് മോഡ് കഴിഞ്ഞാൽ തീരെ സൗണ്ട് വരില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ നമ്മുടെ എന്താ പറയുക കൂളിംഗ് കുറയും, അതാണ് സംഭവം കേട്ടോ ഫാനിൻ്റെ. അതാണ് വേറെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ പടങ്ങളെല്ലാം കാണിക്കുന്നത്. എനർജി കൺസപ്ഷൻ അറിയണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോയാൽ മതി കണ്ടോ. അപ്പോൾ 23-ാമത്തെ എനർജി കൺസപ്ഷൻ കാണിക്കുന്നത് 8.1 കിലോവാട്ടാണ് കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ എൻ്റെ ഫുൾ മന്ത്ലിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ 358.5 കിലോവാട്ടാണ് ലാസ്റ്റ് 7 മന്തായിട്ട്. അപ്പോൾ ഞാൻ ഓഗസ്റ്റിലാണ്ടാണ് വാങ്ങിച്ചപ്പോൾ ഉണ്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് ഒരു 6 മന്ത് കഴിഞ്ഞിട്ടുണ്ട് പോകണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം യൂസേജ് കൂടുതലുണ്ട്. ഇന്നലെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. 82.6 കിലോവാട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 56 ഡിസംബറിൽ ഫെബ്രുവരിയിൽ പോയി കഴിഞ്ഞാൽ ഫെബ്രുവരി ഉള്ളിൽ പോയി കഴിഞ്ഞാലും കാണും.
പിന്നെ വീക്കിലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംഭവം കിട്ടും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പാനസോണിക്കിൻ്റെ AC അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ഒരു എന്താ പറയുക ഒരു വണ്ട് പോലത്തെ ഒരു സാധനം ഉള്ളിൽ കൂടെ കയറിയിട്ട് അതിന് ഒരു സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ ഞാൻ ആക്ച്വലി കസ്റ്റമർക്കാരനെ വിളിച്ചപ്പോൾ അവർ അപ്പം തന്നെ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആൾ വന്നു. അത് തുറന്ന് നോക്കിയിട്ട് ആ സാധനം തന്നെ കളഞ്ഞപ്പോൾ സംഭവം ശരിയായി. അപ്പോൾ സർവീസും അത്യാവശ്യം നല്ല സർവീസ് തന്നെയാണ് ഞാൻ പറയേണ്ടി വരും. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഏരിയ അത് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെയൊക്കെ മെയിൻ ഡയറക്റ്റ് പാനസോണിക്കിൻ്റെ സർവീസ് തന്നെയാണ് ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആക്ച്വലി നമുക്ക് വരെ കസ്റ്റമർക്കാർക്കോ നമ്പറും ഉണ്ട്. അത് വിളിച്ചാലും അവർ അറ്റൻഡ് ചെയ്യും. എൻ്റെ അവരെ ഓൾറെഡി വന്നതുകൊണ്ട് തന്നെ എൻ്റെ അവരുടെ ഡയറക്റ്റ് നമ്പറുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഈ ആപ്പിൽ കൂടെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പും അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആപ്പ് തന്നെ നമ്മൾ പറയേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങളിൽ പാനസോണിക്കിൻ്റെ വേറെ സ്മാർട്ട് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ഈ ആപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉള്ളത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പാനസോണിക്കിൻ്റെ, പക്ഷേ അത് സ്മാർട്ടല്ല. ബാക്കിയെല്ലാം എൻ്റെ സാംസങ്ങാണ്. ഇപ്പോൾ പാനസോണിക്ക് ഉള്ളത് ഇപ്പോൾ ആദ്യം TV പാനസോണിക് ആയിരുന്നു, പിന്നെ അത് സാംസങ്ങിലേക്ക് മാറ്റി ഞാൻ. ഇപ്പോൾ പാനസോണിക്ക് ഉള്ളത് ഇപ്പോൾ ആക്ച്വലി AC-കൾ 2 ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീനും ഉണ്ട്. വാഷിംഗ് മെഷീൻ സ്മാർട്ടല്ല, അതുകൊണ്ട് ഇതിൽ കണക്ടിവിറ്റി കിട്ടില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പാനസോണിക് AC-ൽ വെച്ചിട്ട്. സർവീസ് വൈസ് ആയിക്കോട്ടെ, കൂളിംഗ് വൈസ് ആയിക്കോട്ടെ. പ്രത്യേകിച്ച് എൻ്റെ റൂമിൽ ഞാൻ എൻ്റെ മുകളിലത്തെ റൂമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെയിലടിക്കുന്ന റൂമാണ്. ഓൾമോസ്റ്റ് ഒരു 148 150 സ്ക്വയർ ഫീറ്റ് ഓൾമോസ്റ്റ് വരുന്നുണ്ട് റൂം സൈസ്. അപ്പോൾ ശരിക്കും റെക്കമെൻഡ് എന്ന് പറയുന്നത് 1.5 തന്നെയാണ്. എന്ന് വെച്ചാൽ 120 മുകളിൽ എന്തായാലും ഒരു 165 ഉള്ളിലൊക്കെ ആണെങ്കിൽ 1.5 ടണ്ണാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 120 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ നിങ്ങളുടെ റൂം. പക്ഷേ നിങ്ങളുടെ റൂം മുകളിൽ ഡയറക്റ്റ് വെയിലടിക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 ടൺ തന്നെ വെക്കാൻ വരും. എന്ന് വെച്ചാൽ 1 ടൺ വെച്ചാൽ ചിലപ്പോൾ നല്ല സമയം എടുക്കും കൂളിംഗ് ആവാനൊക്കെ. ഇപ്പോൾ ഈ സാധനം ആക്ച്വലി വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് 1.5 ടൺ തന്നെയായിരുന്നു. പക്ഷേ ഈ സാധനം ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ റൂം പെട്ടെന്ന് കൂളാവും. ശരിക്കും കൂളായിട്ട് ഞാൻ പിന്നെ കുറയ്ക്കേണ്ടി വരും. ആ സ്ഥിതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ AC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല കൂളിംഗ് കൂടുതലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയും ഈ 1.5 ടൺ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊരു സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1.45 ടൺ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കറക്റ്റായിട്ട്. ഇപ്പോൾ LGക്കാണ് ആക്ച്വലി 1.5 ടൺ AC വാങ്ങിച്ചാലും ഒരു 1.3538 ടണ്ണൊക്കെ അതിൽ ഉണ്ടാവുള്ളൂ ശരിക്കും കപ്പാസിറ്റി. പാനസോണിക്കിനും ഡൈക്കിനൊക്കെ ആണെങ്കിൽ 1.5 ടൺ ആണെങ്കിൽ 1.45 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടണ്ണേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പവറും കൂടുതലാണ്. അതാണ് ഡൈക്കിൻ്റെയും പാനസോണിക്കിൻ്റെ ഒരു പ്രത്യേകത. LGക്ക് കുറച്ച് ഇനീഷ്യലി കൂളിംഗ് കുറച്ച് ടൈം എടുക്കും ഇതിനാട്ടും, അതാണ് വേറെ പ്രശ്നം വരിക. അല്ലാണ്ട് LGക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ LGയുടെ പാർട്സുകൾക്ക് ഭയങ്കരമായിട്ട് പ്രൈസ് കുറവാണ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ. ഡൈക്കിനാണ് പാനസോണിക്കിനായിട്ടും കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് പാനസോണിക്കിൻ്റെ പാർട്സ് പ്രൈസ് വരിക. അപ്പോൾ ഈ 3 ശരിക്കും ആക്ച്വലി ഹൈലി റെക്കമെൻഡ് സാധനം. അതായത് ഡൈക്കിൻ, പാനസോണിക്, LG. ഇപ്പോൾ ആക്ച്വലി സാംസങ്ങിൻ്റെ ഒരു മോഡലും വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ട് നല്ല എന്ന് വെച്ചാൽ അവർ വിൻഡ് ഫ്രീ എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിരുന്നു മുമ്പ്. അപ്പോൾ അതിൻ്റെ ബീസ്മോക്ക് വിൻഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. വിൻഡ് ഫ്രീന് കുറച്ച് ഇഷ്യൂസുകളുണ്ടായിരുന്നു, അതിപ്പോൾ സോൾവ് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു AI മോഡലാണ് ഇപ്പോൾ ബീസ്മോക്ക് ഇറക്കുന്നത്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഈ പറഞ്ഞ മോഡലുകളുടെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഡയറക്റ്റ് സർവീസ് പോയിട്ട് വാങ്ങിക്കാനായിട്ടും എന്തുകൊണ്ടും ബെറ്ററാണ് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഡയറക്റ്റ് വീട്ടിലെത്തി സാധനം തരും. സർവീസും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ബ്രാൻഡ് തന്നെയാണ്, അല്ലാണ്ട് ഒരു വന്ന് വെച്ചിരുന്നില്ല കടക്കാരൊന്നും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറഞ്ഞ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം പഴയ മോഡലൊക്കെ തലയിൽ വെച്ച് തരും. നമുക്ക് പറയാൻ പറ്റില്ല ഏത് മോഡലൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല, മോഡൽ നമ്പർ നോക്കിയാലും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ ഓൺലൈനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അതിലൊക്കെ തന്നെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അറിയും 2025 മോഡൽ 2024 മോഡൽ. അപ്പോൾ അങ്ങനെ കറക്റ്റ് നോക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആമസോൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ആമസോൺകാർ കാശൊന്നും തരുന്നില്ല. പറയുമ്പോൾ ഞാൻ നമുക്കൊരു ചെറിയ റെഫറൽ കമ്മീഷൻ കിട്ടും, അത്രേ ഉള്ളൂ. അത് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലേറ്റസ്റ്റ് മോഡൽ പ്രൈസ് കുറഞ്ഞ് കിട്ടണമെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി എടുക്കാം. അല്ലാണ്ട് ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് സർവീസ് ബെറ്ററായിട്ട് കിട്ടുന്നു, ഇൻസ്റ്റാളേഷൻ അവർ ചെയ്ത് തരുന്നൊന്നും സംഭവമൊന്നുമില്ല. ഇപ്പോൾ ചില കടക്കാർ മാത്രം ഇപ്പോൾ പാനസോണിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഓതറൈസ്ഡ് സെല്ലറിനായിരിക്കും. അവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരും. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ജിമാർട്ടിലും മൈജിയിലൊക്കെ വരുന്ന ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റാണ്. ഇപ്പോൾ മൈജിയുടെ സർവീസൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് എടുത്തിട്ടൊക്കെ കുടുങ്ങി പണ്ടാണെങ്കിൽ ഇതിനായിട്ട് മേത്ത മോഡൽ എടുക്കുമായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് ഡീൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോവസ്റ്റ് പ്രൈസിന് പുതിയ പ്രോഡക്റ്റ് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഞാൻ വാങ്ങിച്ച ലിങ്കുകളും അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ ഡേക്കിൻ്റെ ആയിക്കോട്ടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല AC നല്ല ചിലവുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ ബീസ്മോക്ക് ലേറ്റസ്റ്റ് മോഡലൊക്കെ കുറേ ഔട്ട് സ്റ്റോക്ക് ആയി. ഇപ്പോൾ 1.5 3 സ്റ്റാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഔട്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നോന്ന് അറിയില്ല കേട്ടോ. 2-3 ദിവസം നോക്കിയപ്പോൾ ഔട്ട് സ്റ്റോക്ക് ആയിരുന്നു.
അപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആമസോണിലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് അങ്ങനത്തെ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്തുപോലെ കാണാം. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. നമ്മുടെ പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തുപോലെ കാണാം.